Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മരിച്ചോട് വാട്ടർഫോൾസ് കാണാൻ വന്നതാ കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ സേനാപതി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ഒത്തിരി സിനിമകൾക്കും ആൽബങ്ങൾക്കും അതുപോലെ തന്നെ ഒരു വിവോയുടെ ഒരു ആഡിനും ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് കേട്ടോ. വിവോയുടെ ആഡിന് ശേഷമാണ് ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പുറത്തേക്ക് അറിഞ്ഞു തുടങ്ങിയത്. ഗൂഗിൾ മാപ്പ് നോക്കി ഈ സ്ഥലത്തേക്ക് വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ സേനാപതി പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരിക. അവിടുന്ന് പുത്തടിക്ക് പോകുന്ന റൂട്ടിൽ കയറാം കേട്ടോ. പുത്തടിക്ക് പോകുന്ന റൂട്ടിൽ കയറി കഴിയുമ്പോൾ കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ മേളിൽ കണ്ടിട്ടുള്ള ആ ഒരു ബോർഡിന്റെ അവിടെ വരും കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നടന്നു വരണം കേട്ടോ. ഈ കാണുന്ന മലയുടെ ഒരു താഴ്വാരത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഈ പോകുന്ന വെള്ളച്ചാട്ടം ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ളതല്ല കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ളതാണ്. ഈ കാണുന്ന വീട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാട്ടത്. അപ്പം നമ്മൾ വരുമ്പോൾ അവിടെ പറഞ്ഞിട്ട് വേണേ വരാൻ. പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്നതും അതുപോലെ ഇവരുടെ ഈ ഒരു കൃഷിസ്ഥലവും കൂടിയാട്ടോ ഇത്. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് ചുറ്റും ദേ ഏലത്തോട്ടം കേട്ടോ. ഈ ഏലക്കാടിന്റെ നടുവിൽ കൂടി പോണ ഒരു ചെറിയൊരു നടപ്പാത മാത്രമാട്ടോ അങ്ങോട്ടുള്ളൂ. ഒത്തിരി ഒന്നും നടക്കാനില്ല, ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഏലക്കാട്ടിന്റെ അതേ ഒരു ചെറിയ വഴി കൂടി വേണ്ടോ കാണിച്ചു തരാവേ. ഇത് ഇവിടെ ഇങ്ങനെ വന്നു കഴിയും. ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിക്കാണേ. അപ്പോൾ ഇതിലിങ്ങനെ പോകണം. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളം ചാടുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈമാട്ടോ വരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഏപ്രിലാണ് വന്നത്. അന്നത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. സൂക്ഷിച്ചു തന്നെ. ഇവിടെ ഒരു ചാഞ്ഞൊരു മരമൊക്കെ ഉണ്ട്. നല്ല വെള്ളമുണ്ട് കേട്ടോ, ഞാൻ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് തന്നെയായിട്ട് ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ഭയങ്കര ഒരു കൂളിംഗ് ആണേ. അമ്പോ എനിക്ക് വയ്യ. ആ വെള്ളം ഇങ്ങനെയാട്ടോ ഒഴുകി പോണത്. ഇതിലിങ്ങനെ പോവാണ്. നമുക്ക് മേളിൽ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ കാണാം ഈ വെള്ളം ഒഴുകി വരുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. ഇതുണ്ട് ഒരു വലിയ മരം ദേ ഇവിടെ. ഇങ്ങനെ കുനിഞ്ഞ് ഈ മരത്തിൻ്റെ ഇതില് It's a new world out there, go make it. Tasarithmani, reach out for the stars and fly. Pudiyoru lokam, ilam tennel moolunna gaanam, ilaveyil polulla sneham, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീ ഓരോ മോഹം ഓരോ വർണ്ണം. ആരാരോ പാടുവതാരി ആരാധ്രരാഗം. അറിയാമോ പിറാക്കളെ, ഇന്നിനി എൻ ജീവിതം പുതിയൊരു ലോകം. ഇളം തെന്നൽ മൂളുന്ന ഗാനം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ചാടുന്ന സൗണ്ട് അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കേൾക്കാനില്ല കേട്ടോ.
ഭയങ്കര രസമായിട്ട്. ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ല നമ്മളല്ലാണ്ട്. ക്യാമറയിൽ കാണുന്ന ആ ഭംഗിയൊന്നും അല്ല കേട്ടോ, ശരിക്കും കാണാൻ അടിപൊളിയാണ്. ഈ മരത്തിൻ്റെ ചോട്ടിൽ കൂടി ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ടായിരിക്കട്ടെ ഇതിനെ മരച്ചോട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള മരങ്ങൾ അങ്ങനെ തന്നെ അവർ നിർത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ അട്രാക്ഷനും. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു അടിപൊളി ഫീലാണ്. ഇനി നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. അടിവാതിലും കടന്നു വരും കടവാവല്. അപ്പോൾ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ മൂന്നാറൊക്കെ വരുമ്പോൾ മൂന്നാർ മാത്രം വന്ന് വിസിറ്റ് ചെയ്ത് പോവാണ്ട് ഇങ്ങനെയുള്ള സ്പോട്ടിലും കൂടി പോണേ അതൊക്കെ നമുക്കൊരു അടിപൊളി ഫീൽ ആയിരിക്കും കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നല്ല ഇറക്കായിരുന്നു. പിന്നെ ഇറക്കുമായിരുന്നല്ലോ പക്ഷേ പതപ്പ് ഗൈസ്. ആവതില്ല മാമ. അടുത്തോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാം. അയ്യോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.